വെൽക്കം ടു ഓറിയന്റേഷൻ സെഷൻ ഫോർ സിലബസ് ഡീകോഡിംഗ് ഫോർ BSc മാത്തമാറ്റിക്സ്. എല്ലാ ടീം മെമ്പേഴ്സിൽ നിന്നും നിങ്ങൾ എല്ലാവരെയും ഈ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓറിയന്റേഷൻ സെഷൻ ഫോർ സിലബസ് ഡീകോഡിംഗ് ഫോർ BSc മാത്സ്. എന്തിനാണ് നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ കോഴ്സിനെ കുറിച്ച്, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഈ BSc മാത്സ് എന്ന കോഴ്സിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ, നമ്മുടെ സിലബസ് എന്തൊക്കെയാണ്, നമ്മുടെ പേപ്പേഴ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ തരാനാണ്. സോ എന്തൊക്കെയാണ് ടുഡേയ്സ് ഔട്ട്കംസ്? ഡീകോഡ് കോഴ്സ് കോഡ്സ് ബ്ലോക്സ് യൂണിറ്റ്. നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്തപ്പോൾ നിങ്ങളുടെ സിലബസ് മേ ബി കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും ബ്ലോക്സ്, കോഴ്സ് കോഡ്സ്, അതുപോലെ യൂണിറ്റ്സ്, ലെസൺസ്, ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ തരാനാണ്. കൂടാതെ ലേൺ വൈസ് മെറ്റീരിയൽസ്, നിങ്ങളുടെ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ് ലെക്ചേഴ്സ്, മെറ്റീരിയൽസ്, ഇത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്നത്, അതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ. ബിൽഡ് ടൈം ലൈൻ ക്ലാരിറ്റി, അസൈൻമെന്റ്സ്, എക്സാംസ്, ഇതെല്ലാം നിങ്ങൾ ടൈം ടു ടൈം എങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും, അതിന്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ ആണ് ഇന്ന് തരാൻ പോകുന്നത്. ഇനി അഡ്വാൻസ് സപ്പോർട്ട്സ്, ഇപ്പം ഈ റെക്കോർഡ് ലെക്ചേഴ്സ്, മെറ്റീരിയൽസ്, ഇതല്ലാതെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ സപ്പോർട്ട് ഉണ്ട്. ഹാപ്പിനെസ് അംബാസഡർ, ഹെൽപ്പ് ഡെസ്ക്, ഇതൊക്കെ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനെക്കുറിച്ചൊരു ഐഡിയ തരും. കൂടാതെ ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ സെഷൻ എൻഡിങ്ങിൽ നിങ്ങൾക്ക് തരുന്ന പോലെ ഒരു ആക്ഷൻ ടാസ്ക്. നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയുന്നുണ്ടാവും എന്താണ് നമ്മൾ ആക്ഷൻ ടാസ്ക് തരുന്നത് എന്നുള്ളത്. ഇനി ഇഗ്നോ സിലബസ് നമ്മൾ പറയുന്നത് മെയിൻലി ഒരു 5 ലെയേഴ്സ് ആയിട്ടാണ്. അതിന്റെ മൂവിങ് പോകുന്നത് മെയിൻലി ഒരു 5 സ്റ്റെപ്സിലൂടെയാണ്. സോ ആദ്യം എന്താണ് 5 ലെയേഴ്സ്? ഒന്ന്, പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാം ഏതാണ്? BSc മാത്സ്. നമുക്കറിയാം ഇതൊരു ഇയർ വൈസ് കോഴ്സ് ആണ്. സോ ഇയർ വൈസ് കോഴ്സ് ആയാലും സെമിസ്റ്റർ കോഴ്സ് ആയാലും നമ്മൾ ഇപ്പം ഈ സെക്ഷനിൽ നമ്മുടെ ഫസ്റ്റ് ഇയർ കോഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ ഈ 3 ഇയർ കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോ സെഷൻ. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഫോക്കസ് ചെയ്യാം. ഇനി കോഴ്സസ്, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കോഴ്സസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ സിലബസിനകത്ത് ഓരോ കോഴ്സിനും ഒരു കോഡ് ഉണ്ട്, അതിനുശേഷം ഒരു ടൈറ്റിൽ ഉണ്ട്, ഒരു ക്രെഡിറ്റ് ഉണ്ട്. എന്താണ് കോഡ്? ഓരോ പേപ്പറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു കോഡാണ്. ഒരു യൂണീക് കോഡ് ഉണ്ടാവും എല്ലാ പേപ്പേഴ്സിനും. അതുപോലെ തന്നെ ഒരു ടൈറ്റിൽ ഉണ്ടാവും. ക്രെഡിറ്റ് എന്താണ്? ആ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്താണോ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ്. 1 ക്രെഡിറ്റ് ഈക്വൽ ടു 30 സ്റ്റഡി ഹവേഴ്സ്. അപ്പോൾ ക്രെഡിറ്റ് കൂടുന്ന പേപ്പേഴ്സിന് നമുക്കറിയാം ഇമ്പോർട്ടൻസ് കൂടും. ഇനി ബ്ലോക്സ്, നമുക്കറിയാം നമ്മുടെ സിലബസിനകത്ത് ഓരോ സെഷനും ഓരോ ബ്ലോക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സെഷൻ വൈസ് അതിനെ കാറ്റഗറൈസ് ചെയ്തൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇത്. സോ അതിനും ഒരു കോഡ് ഉണ്ടാവും, ടൈറ്റിൽ ഉണ്ടാവും, ക്രെഡിറ്റ്സ് ഉണ്ടാവും. ഇനി യൂണിറ്റ്സ്, നമ്മുടെ സിലബസിനകത്ത് നമുക്ക് യൂണിറ്റ്സ് ആയിട്ടാണ് കാണുക. നിങ്ങളുടെ ലേൺ വൈസ് ആപ്പിനകത്ത് ചിലപ്പോൾ ലെസൺസ് ആയിട്ടാണ് കാണുക. ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സെയിം പോർഷനെയാണ്. നമ്മൾ യൂണിറ്റ് ടു യൂണിറ്റ് മാപ്പ് ചെയ്യുന്ന ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അസസ്മെന്റ്, എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്? നമ്മൾ അസൈൻമെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ടെർമിനൽ എൻഡ് എക്സാമിനേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് നമുക്ക് വരുള്ളൂ. സോ നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇതിന്റെ നമ്മുടെ കോഴ്സിന്റെ റൂൾസ് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ തരാൻ പോവാണ്. നമ്മുടെ കോഴ്സ് ഒരു 3 ഇയർ കോഴ്സ് ആണ്. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഇയർ കോഴ്സിനെയാണ്, നമുക്ക് സെഷൻസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇനി ഡീകോഡിംഗ് BSc മാത്തമാറ്റിക്സ്, അതല്ലേ നമ്മുടെ സെഷൻ സിലബസ് ഡീകോഡിംഗ്. നമ്മൾ BSc മാത്സ് എന്ന് പറയുന്ന കോഴ്സിനെ ഒരു ബിഗ് പിക്ചറിൽ നോക്കുവാണെങ്കിൽ ഇതൊരു 4 ഇയർ കോഴ്സ് ആണ്. ഇപ്പം 3 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു സ്പെസിഫിക് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്താൽ നമുക്ക് 4 ഇയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ അറിയാലോ. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫോക്കസ് ചെയ്യാൻ പോവാണ്. സോ 1 കോഴ്സ് യു ഹാവ് എക്സൈറ്റഡ് അബൌട്ട് എനി ഇയർ. അതായത് നിങ്ങളിപ്പോ നിങ്ങളുടെ സിലബസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷൻ ഒക്കെ എടുത്ത് നിങ്ങളുടെ ഡിസിപ്ലിനറി കോഴ്സും ഇന്റർ ഡിസിപ്ലിനറി കോഴ്സും എല്ലാം കണ്ടിട്ടുണ്ടാവും, ചൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ പേപ്പേഴ്സിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഏതാ തോന്നിയത്? ഏതാണ് ആ പേപ്പർ? ഇപ്പം നിങ്ങൾ BSc മാത്സ് യൂസ് ചെയ്തിട്ട് ചിലർ ഓണ്ടർപ്രണർഷിപ്പ് കണ്ടിട്ടുണ്ടാവും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കണ്ടിട്ടുണ്ടാവും. സോ ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സൈറ്റഡ് ആയി തോന്നിയ ഒരു കോഴ്സ് ഏതാണ്? അത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ഇനി സിലബസ് മാപ്പിംഗ്. സോ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സിലബസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് രണ്ടും നിങ്ങളുടെ ഡിസിപ്ലിന്റെ കോഴ്സ് ആണ്. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട നിങ്ങളുടെ കോർ കോഴ്സസ് ആണ്. സോ PMT C131 കാൽക്കുലസ്, PMT C132 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് +2 നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് പഠിക്കുന്നുണ്ടല്ലോ. ചെറിയ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ഒരു ബേസിക്സ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ നമ്മൾ ചെറുതായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കോർ കോഴ്സസ്. ഇനിയുള്ള എല്ലാ കോഴ്സും നിങ്ങൾ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ്, വൊക്കേഷണൽ കോഴ്സസ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഇപ്പൊ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ള കോഴ്സ് എല്ലാം തന്നെ നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ഏതൊക്കെയാണത്? പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, ഓൺട്രപ്രണർഷിപ്പ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഇന്ത്യൻ സൊസൈറ്റി, ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, ഇമോഷണൽ ഇന്റലിജൻസ്,
എൻവയോൺമെന്റൽ സ്റ്റഡീസ്, വാല്യൂ എഡ്യൂക്കേഷൻ. സോ ഈ കോഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡിങ് നമ്മുടെ കോർ പേപ്പേഴ്സ് ഇതെല്ലാം തന്നെ നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടാവും, സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ലൈവ് സെഷൻസും ഉണ്ടാവും. ഈ കോഴ്സസ് എല്ലാം മെജോറിറ്റി ചൂസ് ചെയ്യാത്ത കോഴ്സാണ്, എന്നാൽ പോലും നമുക്ക് പഠിക്കാവുന്ന കോഴ്സസ് ആണ്. സോ ഈ കോഴ്സസിനൊന്നും നമുക്ക് വീഡിയോ സപ്പോർട്ട് ഇല്ല, വീഡിയോ സപ്പോർട്ട് ഉണ്ടാവില്ല, ലൈവ് സെഷൻസ് ഉണ്ടാവില്ല, മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, ഈ കോഴ്സസ് ഏതൊക്കെയാണ്? ഡിസബിലിറ്റി, സൊസൈറ്റി ആൻഡ് കൾച്ചർ, അപ്ലൈഡ് എത്തിക്സ്, അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ജനറൽ സൈക്കോളജി, ട്രഡീഷൻസ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് ക്രാഫ്റ്റ് ഇൻ ഭാരത്, ലൈഫ് സ്കിൽസ്, an introduction to machine translation, laboratory management skills, bioinformatics, developing emotional competence, tourism anthropology. Okay, Indian society images and realities. ഈ കോഴ്സാണ് ഏറ്റവും എക്സൈറ്റഡ് ആയെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ നമ്മൾ മാത്സ് പഠിക്കുന്ന ഒരാൾ എന്തിനാ ഇന്ത്യൻ സൊസൈറ്റി ഒക്കെ പഠിക്കുന്നതെന്ന് തോന്നിക്കാണുമല്ലേ. ഓക്കെ, സോ ഇനി സിലബസ് മാപ്പിംഗ്. നമ്മുടെ 4 ഇയർ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് എന്താണെന്ന് ഡീകോഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും 4 ഇയർ കോഴ്സ് ഇപ്പൊ റിലീസ്ഡ് ആയിട്ടില്ല, അത് ഓൺ ദ വേ ആണ്. ഓക്കെ, ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ, നമുക്ക് ഡൗട്ട് വരുമല്ലേ, നമ്മൾ എന്തിനാ അതൊക്കെ പഠിക്കുന്നതെന്ന്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇമോഷണൽ ഇന്റലിജൻസ്? ഓക്കെ, ഇനി നമ്മുടെ കംപ്ലീറ്റ് കോഴ്സിനെ ഡീകോഡ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത്? നമുക്ക് ആദ്യം ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കാൽക്കുലസ് ആണ്. സെക്കൻഡ് സെമസ്റ്ററിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു മൈനർ പേപ്പർ പഠിക്കാനുണ്ടാവും. ഫസ്റ്റ് സെമസ്റ്ററിൽ അത് വൊക്കേഷണൽ കോഴ്സ് ആയിട്ടാണ് വരുന്നത്. സെക്കൻഡ് സെമസ്റ്ററിലും വൊക്കേഷണൽ കോഴ്സ് ആണ്. കൂടാതെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നില്ല, സെക്കൻഡ് സെമസ്റ്ററിലും വരുന്നില്ല. സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നുണ്ട്. ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് അല്ലെങ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് അത് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നുണ്ട്. അതിനുശേഷം കോമൺ വാല്യൂ ആഡഡ് കോഴ്സ് അത് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 20 ക്രെഡിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് സെമസ്റ്ററിൽ 20 ക്രെഡിറ്റ് ആണ്. സോ ടോട്ടൽ ഒരു 40 ക്രെഡിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. കൂടാതെ ഈ വൊക്കേഷണൽ കോഴ്സ് എക്സ്ട്രാ അതിന് ഒരു 4 ക്രെഡിറ്റും ഉണ്ടാവും. സോ ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ടോട്ടൽ 40 + 4 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. കൂടാതെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമുക്ക് UG സർട്ടിഫിക്കറ്റ് ഇൻ മാത്തമാറ്റിക്സ് കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾ കോഴ്സ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിയുന്നതോടെ ആ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ തേർഡ് സെമസ്റ്ററിൽ എന്താണ് നമ്മുടെ ഡിസിപ്ലിനറി കോഴ്സ്? ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, കൂടാതെ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആൻഡ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. ഫോർത്ത് സെമസ്റ്ററിൽ ലീനിയർ ഓൾജിബ്ര, റിയൽ അനാലിസിസ്. സോ സെക്കൻഡ് ഇയറിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ കോർ പേപ്പേഴ്സ് കൂടിയല്ലേ. ഇനി ഇതിന് മൈനറിൽ പഠിക്കാനുള്ളത് ഒരു DSC ആണ്, ഡിസിപ്ലിൻ സ്പെസിഫൈഡ് കോഴ്സ്. അത് തന്നെയാണ് നിങ്ങൾക്ക് ഫോർത്ത് സെമസ്റ്ററിലും വരുന്നത്, ഫിഫ്ത് സെമസ്റ്ററിലും വരുന്നുണ്ട്. ഈ ഡിസിപ്ലിൻ സ്പെസിഫൈഡ് കോഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇതിന്റെ കൂടെ തന്നെ തേർഡ് സെമസ്റ്ററിൽ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. അതുകൂടാതെ ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. അത് തേർഡ് സെമസ്റ്ററിൽ ഇല്ല. സോ ആസ് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 20 ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും തേർഡ് സെമസ്റ്ററിൽ, ഫോർത്ത് സെമസ്റ്ററിലും 20. സോ ടോട്ടൽ ഒരു 80 + 4 കിട്ടും നമ്മൾ രണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിയുന്നതോട് കൂടെ. സോ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ചെയ്തു, തേർഡ് ഇയറിലോട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, നിങ്ങളൊരു പേഴ്സണൽ റീസൺ കൊണ്ട് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് UG ഡിപ്ലോമ ഇൻ മാത്തമാറ്റിക്സ്, ആ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. സോ ഇനി നമ്മൾ ഫൈനൽ ഇയറിലോട്ട് തേർഡ് ഇയറിലോട്ട് പോകുന്നു. സോ ഫിഫ്ത്ത് സെമസ്റ്ററിൽ നമുക്ക് കോർ പേപ്പർ ആയിട്ട് പഠിക്കാനുള്ളത് ഓൾജിബ്ര, ന്യൂമറിക്കൽ അനാലിസിസ്. സിക്സ്ത് സെമസ്റ്ററിൽ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, ലീനിയർ പ്രോഗ്രാമിംഗ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ്. മൈനേഴ്സ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഡിസിപ്ലിൻ സ്പെസിഫൈഡ് കോഴ്സ് പഠിക്കാനുണ്ട്, അത് നമുക്ക് പറയാം. കൂടാതെ സിക്സ്ത് സെമസ്റ്ററിൽ മൈനർ ആയിട്ട് ഒരു വൊക്കേഷണൽ കോഴ്സ് പഠിക്കാനുണ്ട്. ഇനി ഫിഫ്ത്ത് സെമസ്റ്ററിൽ രണ്ട് സെമസ്റ്ററിലും നിങ്ങൾക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. സോ ഫിഫ്ത്ത് സെമസ്റ്ററിലും ഒരു 20 വരും, സിക്സ്ത് സെമസ്റ്ററിലും ഒരു 20 വരും. സോ ഇപ്പൊ 3 ഇയർ കംപ്ലീറ്റ് എന്തായി? 120 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് കിട്ടി. സോ തേർഡ് ഇയർ കഴിയുന്നതോടെ നിങ്ങൾ ഒരു 3 ഇയർ BSc മേജർ ഇൻ മാത്തമാറ്റിക്സ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഫോർത്ത് ഇയറിലോട്ട് പോകുന്നത്. സോ ഇനി നമ്മുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് കാൽക്കുലസ് ആണുള്ളത്, 6 ക്രെഡിറ്റ് ആണ്. അതിന് തിയറി 5, ട്യൂട്ടോറിയൽ 5, അതറിയാലോ. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ് യൂഷ്വൽ 6, 5, 1. ഇനി തേർഡ് സെമസ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ അതിന്റെ ക്രെഡിറ്റ് 4 ആണ് വരുന്നത്. മൾട്ടിവേരിയബിൾ കാൽക്കുലസ് 4 ആണ്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് 4 ആണ്. ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ലീനിയർ ആൾജിബ്ര 6, റിയൽ അനാലിസിസ് 6 ആൻഡ്
തേർഡ് ഇയറിലോട്ട് വരുമ്പോൾ ഓൾജിബ്ര ന്യൂമറിക്കൽ അനാലിസിസ് 6 ആണ് ഈച്ച് കോഴ്സിന് വരുന്നത്. ഇനി പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇതിന് 4 ക്രെഡിറ്റ് ആണ്. നമുക്ക് ഇതിന് നിങ്ങൾക്ക് ലാബ് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി ലീനിയർ പ്രോഗ്രാമിംഗ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇതൊക്കെയാണ് നമ്മുടെ കോർ പേർപ്പസ് ആയിട്ട് ഡിസിപ്ലിൻഡ് കോഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മൈനർ ഡിസിപ്ലിൻ സ്പെസിഫൈഡ് കോഴ്സ് എന്താണെന്ന് പറയാൻ പോവാണ്. സോ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് സെമസ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ ചൂസ് ചെയ്യണം. നമ്മളിങ്ങനെ ഓരോ പേപ്പറിനും 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. സോ ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ബോട്ടണി, കെമിസ്ട്രി, ജിയോളജി, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി, എക്കണോമിക്സ് ആൻഡ് ആന്ത്രോപോളജി ഈ പേപ്പറിൽ നിന്നും ഇതിൽ നിന്ന് ഡിസിപ്ലിൻ ആയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റുഡൻസ് ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കുന്ന കോഴ്സ് ഏതാണോ അതാണ് നമ്മൾ ഓരോ സെമസ്റ്ററിലും തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് സെമസ്റ്ററിൽ ചൂസ് ചെയ്യുന്നത്. ലാബ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ഇല്ലാടാ. ലാബ് പ്രാക്ടിക്കൽ എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ ഓരോ പേപ്പറിനും 4 ക്രെഡിറ്റ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ 12 ക്രെഡിറ്റ്സ് ആണ് ഈ പേപ്പേഴ്സിന് വരുന്നത്. സോ ഇതിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. സോ ബോട്ടണിയില് ബയോഡൈവേഴ്സിറ്റി, പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമി, ബയോഡൈവേഴ്സിറ്റി, മൈക്രോബ്സ്, ആൽഗെ, ഫംഗി ആൻഡ് ആർക്കിയോഗോണിയറ്റ്സ് ലബോറട്ടറി. ഇനി പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമി ലബോറട്ടറി. ഇനി കെമിസ്ട്രിയില് അറ്റോമിക് സ്ട്രക്ചർ, ബോണ്ടിങ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ്. കെമിക്കൽ എനർജറ്റിക്സ്, ഇക്വിലിബ്രിയം ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർഗാനിക് കെമിസ്ട്രി, അറ്റോമിക് സ്ട്രക്ചർ, ബോണ്ടിങ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് ലബോറട്ടറി. അതിനുശേഷം കെമിസ്ട്രിയിൽ ഒരു പേപ്പർ കൂടെ വരുന്നുണ്ട്, കെമിക്കൽ എനർജറ്റിക്സ്, ഇക്വിലിബ്രിയം ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർഗാനിക് കെമിസ്ട്രി ലബോറട്ടറി. ഫിസിക്സിൽ മെക്കാനിക്സ്, ഫിസിക്സ് ലബോറട്ടറി, തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, എലിമെന്ററി പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, എസ്റ്റിമേഷൻ ടെക്നിക്സ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇനി സുവോളജിയിലോട്ട് വരുമ്പോൾ അനിമൽ ഡൈവേഴ്സിറ്റി, കമ്പാരേറ്റീവ് അനാട്ടമി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി ഓഫ് വെർട്ടിബ്രേറ്റ്സ്, അനിമൽ ഡൈവേഴ്സിറ്റി, കമ്പാരേറ്റീവ് അനാട്ടമി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ഇനി നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻഡ് കോഴ്സിലോട്ട് പോവാണ്. നമ്മുടെ ഡിസിപ്ലിൻഡ് കോഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബ്ലോക്സിലും എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. കാൽക്കുലസ് അതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസിപ്ലിൻഡ് കോഴ്സ്. സോ ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് എസെൻഷ്യൽ പ്രിലിമിനറി കോൺസെപ്റ്റ്സ് ആണ്, നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സ്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് യൂണിറ്റ് 1 വരുന്നത് സെറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ദം. സെറ്റ്സ് ഒക്കെ നമുക്കറിയാലോ, നമ്മൾ +1 +2 പഠിക്കുന്നതാണ്. അതിന്റെ ഒരു ബേസിക് ഐഡിയ ആണ്. യൂണിറ്റ് 2 ഫംഗ്ഷൻസ് അറിയാലോ, നമ്മൾ +2 പഠിക്കുന്നതാണ്. അതിന്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. യൂണിറ്റ് 3 2D കോർഡിനേറ്റ് സിസ്റ്റം, നമ്മുടെ XY പ്ലെയിൻ പറയുന്ന പോലെ 2D കോർഡിനേറ്റ് സിസ്റ്റം. യൂണിറ്റ് 4 കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്കറിയാം 2D കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ എക്സ്റ്റൻഷനാണ്. അതിന്റെ ഒരു ബേസിക് ഐഡിയ പറയുന്നുള്ളൂ. യൂണിറ്റ് 5 പോളിനോമിയൽ ഇക്വേഷൻസ് ആൻഡ് ദെയർ സൊല്യൂഷൻസ്. നമുക്ക് പോളിനോമിയൽസ് അറിയാം, അതിന്റെ റൂട്ട്സ് കാണാനൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. കൂടാതെ മിസലേനിയസ് എക്സസൈസ്. ഇനി ബ്ലോക്ക് 2 ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. അതില് യൂണിറ്റ് 6 റിയൽ നമ്പേഴ്സ്, റിയൽ ലൈന്, അതിൽ നമ്മുടെ അബ്സല്യൂട്ട് വാല്യൂ അതൊക്കെയാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ലിമിറ്റ്സ് യൂണിറ്റ് 7 ലിമിറ്റ്സ്. ഇതിൽ നമുക്ക് ലിമിറ്റ്സിനെ കുറിച്ച് ബേസിക് ഐഡിയ അറിയാലോ, അത് തന്നെയാണ് പറയുന്നത്. യൂണിറ്റ് 8 കണ്ടിന്യൂറ്റി, ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി, ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണ് വരുന്നത് അതൊക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദി തേർഡ് ബ്ലോക്ക് ഡിഫറൻസിയേഷൻ. സോ യൂണിറ്റ് 9 ആൻ ഇൻട്രൊഡക്ഷൻ ടു ഡിഫറൻസിയേഷനെ കുറിച്ചൊരു ബേസിക് ഐഡിയ. യൂണിറ്റ് 10 സം മോർ ഡെറിവേറ്റീവ്സ്. നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യൂണിറ്റ് 11 ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഹയർ ഓർഡറിലോട്ട് പോകുന്നുണ്ട്. അത് വെച്ച് നമ്മൾ സീരീസ് എക്സ്പാൻഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇത് മിസലേനിയസ് എക്സാമ്പിൾസ്. നമ്മുടെ അതിനുശേഷം പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് കർവ്സ്, അതാണ് അപ്പൻഡിക്സ് 1 വരുന്നത്. നമ്മൾ ചില കർവ്സിനെ XY പ്ലെയിനിൽ നിന്നും r θ എന്ന് പറയുന്ന കോർഡിനേറ്റ് മാപ്പിംഗിലോട്ട് മാപ്പ് ചെയ്യും. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻസ്, അത് നമ്മൾ +2 പഠിക്കുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെയാണ്. ബ്ലോക്ക് 4 ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ ഡൗട്ട്സ് ഒക്കെ നമ്മുടെ സെഷൻ എൻഡിൽ പറയാട്ടോ. നമുക്ക് സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതായിരിക്കും സെഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ. ബ്ലോക്ക് 4 ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ യൂണിറ്റ് 12 ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്. നമ്മൾ ഇപ്പോൾ ചില ലിമിറ്റ്സ് ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതിൽ നമ്മൾ സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്യും. അതുപോലെ ലോപിത്താൽ റൂൾ നിങ്ങൾ പഠിക്കും, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ദി അപ്സ് ആൻഡ് ഡൗൺസ് യൂണിറ്റ് 13. യൂണിറ്റ് 14 കർവേച്ചർ. യൂണിറ്റ് 15 അസിംപ്റ്റോട്സ്.
യൂണിറ്റ് 16 കർവ് ട്രേസിംഗ്. നമ്മൾ ഫംഗ്ഷൻ തന്നിട്ട് അതിനെ കർവിനെ എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത് എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ബ്ലോക്ക് 5 ഇന്റഗ്രേഷൻ. യൂണിറ്റ് 17 ഇൻട്രൊഡക്ഷൻ ടു ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷന്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് +1 +2 അറിയാവുന്നതാണ്. യൂണിറ്റ് 18 മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ. നമുക്ക് ഇന്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് നമ്മൾ കുറെ മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ പോലത്തെ മെത്തേഡ്സ്. യൂണിറ്റ് 19 റിഡക്ഷൻ ഫോർമുലാസ്. യൂണിറ്റ് 20 ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ. ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഏരിയ അണ്ടർ ദി കർവ് ആണ്. എങ്ങനെയാണ് നമുക്കൊരു കർവിന്റെ ഏരിയ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ഒക്കെ ഒരു ഐഡിയ. സോ ഇനി BMTC 132 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോ അതിൽ ബ്ലോക്ക് 1 ഫങ്ഷൻസ് ഓഫ് 2 or 3 വേരിയബിൾസ്. മൾട്ടി വേരിയബിളിന്റെ സ്പെഷ്യൽ ടൈപ്പ്. സോ യൂണിറ്റ് 1 R² ആൻഡ് R³. നമുക്ക് R അറിയാം. R² എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പോലെ 2 കോർഡിനേറ്റ് വരുന്നതാണ്. R³ 3 കോർഡിനേറ്റ് സിസ്റ്റം. അതിൽ യൂണിറ്റ് 2 ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. നമ്മുടെ സിംഗിൾ വേരിയബിളിലെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഓരോ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യുന്നത് പോലെ R² R³ അങ്ങനെ ഹയർ മെഷറിലോട്ട് പോകുമ്പോൾ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. യൂണിറ്റ് 3 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൾട്ടി വേരിയബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. യൂണിറ്റ് 4 ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. നമ്മൾ ∂f/∂x എന്നൊക്കെ പഠിച്ചിട്ടില്ല, അതിന്റെ ഒരു ∂2f/∂x2 ഹയർ ഓർഡറിലോട്ട് പോകുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത്. യൂണിറ്റ് 5 ചെയിൻ റൂൾ ആൻഡ് ഹോമോജീനസ് ഫംഗ്ഷൻസ്. ചെയിൻ റൂൾ നമ്മൾ ഡിഫറൻഷ്യലൊക്കെ പഠിക്കുന്നതാണ്. ബ്ലോക്ക് 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ. അത് യൂണിറ്റ് 6 ഇൻട്രൊഡ്യൂസിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ. യൂണിറ്റ് 7 സോൾവിംഗ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഫസ്റ്റ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഡിഗ്രി നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഒരു ഓർഡർ 1 വരുന്നത്, ഓർഡർ 2 വരുന്നത്, അതൊക്കെ അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ മനസ്സിലാക്കാം, അതിന്റെ ഒരു ഐഡിയ. യൂണിറ്റ് 8 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. യൂണിറ്റ് 9 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെയാണ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ഉള്ള ഇക്വേഷൻ എങ്ങനെ വരും, അത് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന്റെയൊക്കെ മെത്തേഡ്സ്. ഇനി ബ്ലോക്ക് 3 സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. യൂണിറ്റ് 10 ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ നിന്ന് പോയി സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 11 മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. യൂണിറ്റ് 12 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ കോഎഫിഷ്യൻസ്. നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ഉണ്ടാവും, അല്ലാതെ ഒരു വേരിയബിൾ കോഎഫിഷ്യന്റ് ആയിട്ട് വരും. ഇപ്പം x² x³ ഒക്കെ നമ്മുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ സോൾവ് ചെയ്യാം, അതൊക്കെയാണ് പഠിക്കുന്നത്. യൂണിറ്റ് 13 മെത്തേഡ് ഓഫ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ യൂഷ്വൽ നമ്മുടെ +1 +2 പഠിക്കുന്നതിനെക്കാട്ടിലും ഓപ്പറേറ്റർ ആയിട്ട് ഡിഫറൻഷ്യൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് സോൾവ് ചെയ്യും, അതിന്റെ ഒക്കെ ഒരു ബേസിക്സ് ആണ്. ഇനി ബ്ലോക്ക് 4 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. യൂണിറ്റ് 14 സൈമൾട്ടേനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു എന്ന് വെച്ചാൽ 2 ഇക്വേഷൻ പോലെ തന്നു, അതിനെ എങ്ങനെ സോൾവ് ചെയ്യും, അതിനെങ്ങനെ അനലൈസ് ചെയ്യും, അതൊക്കെ മനസ്സിലാക്കുന്നതാണ്. യൂണിറ്റ് 15 ടോട്ടൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. യൂണിറ്റ് 16 ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തന്നെ. യൂണിറ്റ് 17 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതൊക്കെയാണ് ബ്ലോക്ക് 4 വരുന്നത്. ഇനി നമ്മുടെ കോർ കോഴ്സസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പേപ്പേഴ്സിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. BAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അതിൽ ബ്ലോക്ക് 1 എന്താണ് പറയുന്നത്, ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്. ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് ഈ പേപ്പറിൽ പറയുന്നത്. സോ BAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. സോ ബ്ലോക്ക് 1 എന്താണ്, ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അതിൽ യൂണിറ്റ് 1 അവർ എൻവയോൺമെന്റ്, യൂണിറ്റ് 2 എക്കോ സിസ്റ്റംസ്, യൂണിറ്റ് 3 മേജർ എക്കോ സിസ്റ്റംസ്. ഇനി ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്. യൂണിറ്റ് 4 ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്. യൂണിറ്റ് 5 ഫോറസ്റ്റ് റിസോഴ്സസ്. യൂണിറ്റ് 6 ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസസ്. യൂണിറ്റ് 7 എനർജി റിസോഴ്സസ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് ഐഡിയ ആണല്ലോ. നമുക്ക് അവൈലബിൾ ആ റിസോഴ്സസ്, ലാൻഡ്, വാട്ടർ, നമ്മുടെ എനർജി, അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ്. സോ ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. അതിൽ വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ബയോഡൈവേഴ്സിറ്റി, ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഇനി ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അതിൽ വരുന്ന യൂണിറ്റ്സ്
environmental legislation, human communities and environment, environmental ethics. DEDS V1 Note 1 Value Education. അതില് ബ്ലോക്സ് ഏതൊക്കെയാന്ന് പറയാം. Block 1 Conceptual Framework. Block 2 Changing Culture and Human Values. Block 3 Theoretical Foundations. Block 4 Social Dynamics and Value Development. Block 5 Social Linkages. ഇതിൽ ബ്ലോക്ക് 1 Conceptual Framework. യൂണിറ്റ് 1 വരുന്നത് Social Manners and Need for Value Education. Unit 2 Concept of Morality and Moral Education. Unit 3 Dimensions of Morality. Unit 4 Pillars of Democracy, Living in Peace and Harmony. Block 2 Changing Culture and Human Values. Unit 1 Indian Culture and Human Values. Unit 2 Values Enshrined in Indian Philosophy. Unit 3 Cultural Pluralism in Indian Society. Unit 4 Values for Sustainable Development. Block 3 Theoretical Foundations. Unit 1 Theories of Goodness. Unit 2 Theories of Conduct. Unit 3 Reason for Emotions in Human Conduct. Unit 4 Character and Personality. Block 4 Social Dynamics and Value Development. Unit 1 Process of Socialization. Unit 2 Social Interaction and Human Values. Unit 3 Values, Conflict and Resolution. Unit 4 Process of Human Adjustment. Block 5 Social Linkages. Unit 1 Value Development through Social Institutions, Family and Neighborhood. Unit 2 School and Peer. Unit 3 Role of Parents. Unit 4 Influence of Media on Value Development. So വാല്യൂ എഡ്യൂക്കേഷൻ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ എഡ്യൂക്കേഷനിൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ്. സോ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കോഴ്സിൽ നമ്മൾ നമ്മുടെ കോർ പേപ്പേഴ്സിന് അല്ലെങ്കിൽ ബാക്കി പേപ്പേഴ്സ് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത്, നമ്മൾ അസൈൻമെന്റ്സ്, അല്ലാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, അത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാം, അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഞാൻ ഈ സെഷൻ മാധവ് മാമിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. സോ ഇത്ര നേരം നമുക്ക് ശംഷിറ മാം എന്താ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ കോഴ്സസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതിനകത്ത് എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും, പക്ഷെ എന്തായിരിക്കും ആ സബ്ജക്റ്റിനകത്ത് ഉള്ളത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ മാം പറഞ്ഞപ്പോൾ നിങ്ങളുടെ കോമൺ കോഴ്സസിന്റെ അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് കോഴ്സസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലെ? ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോഗ്രാം കംപ്ലീഷനിൽ അസൈൻമെന്റ്സിന്. ഓക്കെ, അസൈൻമെന്റ് നമ്മളൊരു തിയറി പേപ്പർ എഴുതുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് ആയിട്ട് വേറെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. സോ അസൈൻമെന്റ് നിങ്ങൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഈ ഒരു പ്രോഗ്രാം കംപ്ലീഷൻ. സോ പ്രോഗ്രാം കംപ്ലീഷന്റെ ഒരു ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ് ഈ അസൈൻമെന്റ് സബ്മിഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ വിൽ ലുക്ക് ഓൺ ടു ദാറ്റ്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു 10 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് വിചാരിക്കാം, 10 തിയറി പേപ്പറാണ് പഠിക്കാനുള്ളതെന്ന് വിചാരിക്കാം, including the interdisciplinary, vocational minor and also the common courses. ഇങ്ങനെ നിങ്ങൾക്ക് 10 കോഴ്സസ് ആണ് പഠിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ, തിയറി പേപ്പർ ആണ് പഠിക്കാനുള്ളത് എങ്കിൽ, ഓരോന്നിനും ഓരോ അസൈൻമെന്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം? പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റിന് തൊട്ട് മുമ്പായിട്ട് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ കോഴ്സും എക്സാമും ഒക്കെ ഇയർ വൈസ് ആണെന്ന് നേരത്തെ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലെ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജൂൺ ജൂലൈയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ, മുമ്പ് അഡ്മിഷൻ എടുത്ത് ലേണേഴ്സ് ഉണ്ടാവാം. ഞാൻ പറയുന്നത് ഇപ്പൊ ജൂൺ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ലേണേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഫ്രം ദി അഡ്മിഷൻ തുടങ്ങി 1 ഇയർ കഴിയുമ്പോഴത്തേക്കായിരിക്കും നിങ്ങളുടെ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നുണ്ടാവുക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം വരുന്നുണ്ടാവുക ജൂൺ അല്ലെങ്കിൽ ജൂലൈ 2026 അപ്പൊ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അതത് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. ഇപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ അക്നോളജ്മെന്റ് സ്ലിപ്പ്. ഒന്ന് നമ്മുടെ കയ്യിൽ വെക്കാനും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാനും. അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെന്റ് അവർ സ്റ്റഡി സെന്ററിൽ റിസീവ് ചെയ്തു എന്നത് സർട്ടിഫൈ ചെയ്യുന്നതാണ് അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളോ നമുക്ക് വിശ്വാസമുള്ള ആരെങ്കിലും പോയി സബ്മിറ്റ് ചെയ്യണം. പോസ്റ്റ് ആയിട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ സ്പീഡ് പോസ്റ്റ് അയക്കണം. പോസ്റ്റ് അയക്കുകയാണെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയച്ചിരിക്കണം നിർബന്ധമായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവിടെ റിസീവ് ചെയ്തെന്ന് നമുക്കറിയാം. ഇനി അസൈൻമെന്റ് എല്ലാം ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ കൃത്യം സമയത്ത് തന്നെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ,
ഇനി ഈ അസൈൻമെന്റ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോപ്പി നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കയ്യിൽ വെച്ചാൽ മതി. കാരണം ഇൻ കേസ് നമുക്ക് ആ സാധനം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അസൈൻമെന്റ് അവരവിടെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അത് റിസീവ് ചെയ്തിട്ടില്ല എന്നെങ്ങാനും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫ് വേണ്ടേ, നമ്മളിത് എഴുതിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കോപ്പിയും കൂടെ വെക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ അസൈൻമെന്റ്സ് എല്ലാം ഈ പറഞ്ഞതുപോലെ ട്യൂട്ടർ മാർക്ഡ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ട്യൂട്ടർ മാർക്ഡ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അക്കാഡമിക് കൗൺസിലർ, ഇഗ്നുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുടെ ആ പേപ്പേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന അതിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ഡ് അസൈൻമെന്റ് TMAs എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഇപ്പൊ ജൂണിലാണ് നിങ്ങൾ അസൈൻമെന്റ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ആണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അസൈൻമെന്റിന് 40% എബോവ് മാർക്ക് നിർബന്ധമാണ്. നമ്മൾ 35-40 ആണ് റേഞ്ച് പറയാം. ഡിഗ്രിക്കാർക്ക് പൊതുവേ നമ്മൾ പറയുന്നത് ഒരു 35% മാർക്കാണ്. ടു മേക്ക് ഇറ്റ് 40% ഓർ 41%. അത് എപ്പോഴും നമുക്കൊരു എന്താ പറയാ അപ്പർ ഹാൻഡ് ആണ്. നമുക്ക് കുറച്ചും കൂടെ മാർക്ക് കൂടുതൽ കിട്ടുന്നത്. മാർക്ക് കൂടുതൽ കിട്ടിയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അല്ലെ? അപ്പൊ അതുകൊണ്ട് മാർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ഒരു അറ്റ്മോസ്റ്റ് കേസിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് മാർക്ക് കുറവായി കിട്ടാണെന്ന് വിചാരിക്കുക, അതായത് 35-ന് താഴെ മാർക്ക് നിങ്ങൾക്ക് കിട്ടാണെന്ന് വിചാരിക്കുക, വിഷമിക്കേണ്ട. നെക്സ്റ്റ് വരുന്ന സൈക്കിളിലുള്ള പുതിയ അസൈൻമെന്റ്സ് റിലീസ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യുക, എഴുതുക, കൊണ്ടുപോയിട്ട് വെക്കുക. സെയിം പാറ്റേൺ തന്നെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും വരാറില്ല. വൺസ് നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമുക്ക് മാർക്ക് കിട്ടാറുണ്ട്. ബട്ട് നമ്മൾ ഒരു അറ്റ്മോസ്റ്റ് കേസും കൂടെ പറയണം, അല്ലെ? എല്ലാത്തിന്റെയും 2 വർഷം നമ്മൾ പറയണമല്ലോ, അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഇനി അത് അസൈൻമെന്റ് പോലെ തന്നെ ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ടെർമിനൽ ലെങ്ത് എക്സാമിനേഷൻ. ടെർമിനൽ എക്സാമിനേഷൻ TEE എന്ന് പറയുന്നത് തിയറി പേപ്പറിന് വരുന്ന എക്സാമിനേഷൻ ആണ് TEE എന്ന് പറയുന്നത്. അത് വർഷത്തിൽ 2 പ്രാവശ്യമാണ് നടത്തുന്നത്. പക്ഷെ അത് ആദ്യത്തെ എക്സാം നിങ്ങൾക്ക് വരുന്നുണ്ടാവുക എപ്പോഴായിരിക്കും? ജൂൺ അല്ലെങ്കിൽ ജൂലൈ 2026 ഇയർ വൈസ് കോഴ്സ് അല്ലേ നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പോഴാണ് വരുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് എല്ലാ പേപ്പറിനും എലിജിബിൾ ആവും നിങ്ങൾ. ഇപ്പൊ 10 പേപ്പറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണെങ്കിൽ ആ 10 പേപ്പറിനും എലിജിബിൾ ആവും. 10 പേപ്പറും എഴുതണം എന്ന് നിർബന്ധമില്ല. അത് നിങ്ങളെ ബേസ് ചെയ്തിരിക്കുന്ന കാര്യം. വേണമെങ്കിൽ കുറച്ച് പേപ്പർ അപ്പ് എഴുതിയിട്ട് പിന്നെ ഡിസംബറിൽ ബാക്കി എഴുതിയെടുത്താലും മതി. ദാറ്റ് ഓൾസോ വെരി ഫൈൻ. പക്ഷെ നമ്മൾ ഇവിടുന്ന് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അസൈൻമെന്റ് ഈ ജൂൺ എക്സാമിന് മുമ്പ് ഈ 8 അസൈൻമെന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മാത്തമാറ്റിക്സിൽ തന്നെ കോർ പേപ്പേഴ്സ് കുറച്ച് ടഫ് ആണെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? കോമൺ പേപ്പേഴ്സ് ഒക്കെ ഈ ജൂൺ ജൂലൈ സമയത്ത് എഴുതിയെടുത്തിട്ട് ഡിസംബർ ആകുമ്പോഴത്തേനും നല്ല ഭംഗിയിൽ പഠിച്ചിട്ട് പിന്നെ ആ സമയത്ത് എഴുതിയാൽ മതി. കാരണം നെക്സ്റ്റ് ജൂൺ ജൂലൈയിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് ജൂൺ 2027 നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ വർഷത്തിൽ 2 തവണയാണ് എക്സാംസ് നടത്തുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തിയറി എക്സാമിനെ പോലെ തന്നെ പ്രാക്ടിക്കലിനും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ടെർമിനലിന്റെ എക്സാമിനേഷൻ ഉണ്ടാവും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് സെമസ്റ്ററിൽ ഒരു പേപ്പർ വരുന്നുണ്ട്, MMT 001 പ്രോഗ്രാമിംഗ് ഇൻ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന പേപ്പറിന് പ്രാക്ടിക്കൽ വരുന്നുണ്ട് നിങ്ങൾക്ക്. അത് 6th സെമസ്റ്ററിൽ മാത്രമാണ്. പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ വലിയ കാര്യമാണെന്നൊന്നും വിചാരിച്ചു വെക്കേണ്ട. പ്രാക്ടിക്കൽ ഇസ് വെരി സിമ്പിൾ. നിങ്ങൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ആരും പ്രോഗ്രാമേഴ്സ് അല്ലാന്നും ഡാറ്റ സയന്റിസ്റ്റ് അല്ലാന്നുള്ളതും സ്റ്റഡി സെന്ററിനും നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള ലാബ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ടാനക്സിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ ഒരു 2-3 ഡിജിറ്റ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ലാബായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതത് സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ സമയത്ത് ലാബിന്റെ ക്ലാസ് വെക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ലാബിന്റെ 70% അറ്റൻഡൻസ് നിർബന്ധമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട്. നിങ്ങളൊരു അറ്റൻഡൻസ് ഷീറ്റ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും, അത് സൈൻ ചെയ്ത് കൊടുത്താലും മതി. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയും പഠിച്ചോളൂ. ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. ഓക്കെ, ആ രീതിയിലാണ് പ്രാക്ടിക്കലിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വൈവ ചെയ്ത് നടത്തുന്നത്. ഇങ്ങനെ എല്ലാ ജൂറിസ്ഡിക്ഷനും വരുന്നത് നമ്മുടെ അതത് സ്റ്റഡി സെന്ററിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം വേറൊരു സ്റ്റഡി സെന്റർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നമ്മളോട് വന്ന് ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. എന്തുകൊണ്ട് അവൈലബിൾ ആയിരിക്കില്ല? അത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നിങ്ങളെ ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ളത്. ചില സ്റ്റഡി സെന്റേഴ്സ് ആഫ്റ്റർ എക്സാംസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വരെ വാങ്ങിച്ചു വെക്കാറുണ്ട്. ദർ ആർ സ്റ്റഡി സെന്റേഴ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെയാണ് അവരുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും അവിടുന്ന് ഔട്ട് ആവില്ല. അതത് സ്റ്റഡി സെന്ററിൽ ഇപ്പൊ SH ദേവരെയാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എങ്കിൽ അവർ അവിടുന്ന് നിങ്ങൾക്ക് അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. അതിനെ പറ്റിയൊന്നും ചിന്തിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ 3rd ഇയർ ആവുമ്പോഴത്തെ കാര്യങ്ങളേ ഉള്ളൂ. അതും
ഒറ്റൊരു ലാബേ വരുന്നുള്ളൂ. അതുകൊണ്ട് ലാബ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമൊന്നുമല്ല. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ടെർമിനലിന്റെ എക്സാമിനേഷനും 35 to 40% മാർക്ക് വേണം. ഞാൻ പറയുന്നു നിങ്ങളോട് 41% മാർക്ക് വാങ്ങിക്കാൻ. എന്റെ ലേണേഴ്സ് അല്ലെങ്കിൽ ശംഷിറ മാമിന്റെ ലേണേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ കൂടിയിരിക്കുന്ന എല്ലാവരും 40%-നേക്കാൾ കൂടുതലൊക്കെ മാർക്ക് വാങ്ങിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് വരില്ല. എങ്കിലും നമ്മൾ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ടെർമിനലിന്റെ എക്സാമിനേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് വരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ 30%, അതായത് അസൈൻമെന്റ് 100 മാർക്സിലായിരിക്കും കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ടെർമിനലിന്റെ എക്സാമിനേഷൻ 100 മാർക്സിലായിരിക്കും കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ അസൈൻമെന്റിന്റെ 30% മാർക്കും ഈ 100-ലെ 30% മാർക്കും ടെർമിനലിന്റെ എക്സാമിനേഷന്റെ 70% മാർക്കും കൂടെ കൂടിയിട്ടാണ് ഓവറോൾ ഗ്രേഡ് കാർഡ് റിലീസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഗ്രേഡ് കാർഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നിട്ടുണ്ടാവുക ഈ 4 ക്രെഡിറ്റ് പേപ്പർ ഒക്കെ ചിലപ്പോൾ 50 മാർക്സിന്റെ പേപ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽക്കുലസിന്റെ പേപ്പറിൽ നിങ്ങൾ ഗ്രേഡ് കാർഡിൽ കാണുന്നത് 50 ഔട്ട് ഓഫ് 50 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. അത് 100-ൽ കൺവേർട്ട് ചെയ്ത മാർക്കാണ്. ഓക്കെ, നിങ്ങൾ അല്ലാതെ സ്കോർ ചെയ്ത മാർക്കല്ല. ഈ 25-ല് അല്ലെങ്കിൽ 50-ൽ സ്കോർ ചെയ്ത മാർക്ക് ആയിരിക്കില്ല കാണുന്നുണ്ടാവുക. ഗ്രേഡ് കാർഡിൽ മോസ്റ്റ്ലി ഈ 100-ൽ കൺവേർട്ട് ചെയ്ത മാർക്കുകളായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ യൂഷ്വൽ മാർക്സും കാണാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ജയിച്ചു എന്തുകൊണ്ട് ഇതായില്ല എന്ന് നോക്കണ്ട. അവിടെ സൈഡിൽ തന്നെ ഉണ്ടാവും യു ആർ എലിജിബിൾ ഫോർ ദി നെക്സ്റ്റ് സെമസ്റ്റർ, അല്ലെങ്കിൽ യു ആർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി സ്റ്റാറ്റസ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പേപ്പർ നിങ്ങൾ ഫെയിൽ ആയി എന്നാണ് അർത്ഥം. അങ്ങനെ ഫെയിൽ ആവുകയാണെങ്കിൽ വിഷമിക്കേണ്ട. ജൂണിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഡിസംബറിൽ നമുക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അസൈൻമെന്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തതുകൊണ്ട് വീണ്ടും അസൈൻമെന്റ് കൊണ്ടുപോയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയില്ല. ഇനി ഒരു പേപ്പറിൽ നമ്മൾ ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ജസ്റ്റ് പാസ് മാർക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അവിടെ ഇംപ്രൂവ്മെന്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ മാർക്ക് വേണം, കുറച്ചും കൂടെ മാർക്ക് വേണമെങ്കിൽ അത്രയും നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ പഠിച്ചിട്ട് എഴുതണം. അല്ലാതെ നമ്മൾ ഇവിടുന്ന് മാർക്കിൽ ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് റീവാലുവേഷൻ ഒക്കെ കൊടുക്കാം. അതിൽ മാർക്ക് കൂടും എന്ന് നമുക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. മേ ബി മാർക്ക് കൂടാം, മേ ബി മാർക്ക് കുറയാം. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് വരാം. കുറയാനുള്ള ചാൻസസ് ഒന്നുമില്ല, പക്ഷെ മാർക്ക് കൂടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ചിട്ട് എഴുതാനായിട്ട് നോക്കാം. ഈ പറഞ്ഞ പേപ്പേഴ്സ് ഒന്നും അത്ര ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വരുന്നില്ല, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വരുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഇയറിന് മാത്രമല്ല നിങ്ങളിപ്പോ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സ് എന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാം കംപ്ലീഷൻ എന്നുള്ളത്. അതായത് നിങ്ങൾ സിലബസ് മനസ്സിലാക്കുകയും അതിന്റെ കൂട്ടത്തിൽ പ്രോഗ്രാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് ഇപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഇവിടുത്തെ റിസോഴ്സസിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ലേൺവൈസ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ മെറ്റീരിയൽസും എൻക്രിപ്റ്റഡ് കോപ്പീസ് ആണ്. നിങ്ങളൊരു ആപ്പ് ആയിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ട് മെന്റർഷിപ്പ് ബാച്ചിലാണെങ്കിലും നോൺ മെന്റർഷിപ്പ് ബാച്ചിൽ ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിലും റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കാനായിട്ട് അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് ആദ്യം കാണാം. അത് കഴിഞ്ഞിട്ട് ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാൻ എന്ന് പറയും, വാല്യൂ ആഡഡ് നോട്ട്സ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഹെൽപ്പ് ബുക്കിനായിരിക്കും, ചിലപ്പോൾ വാനിനായിരിക്കും. രണ്ടും ഒരേ മീനിങ് ആണ്. റിവിഷൻ നോട്ട്സ് പോലെ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് കൊടുത്തിരിക്കുന്നതാണ്. അത് ആദ്യം നോക്കി സബ്ജക്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇഗ്നോയുടെ SLM നോക്കാം, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ ഈ ബുക്ക് ഫോമാറ്റ് ആണ്. അത് നിങ്ങൾ നോക്കി നല്ല രീതിക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇനി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണ്ടേ? എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ യൂസ് ചെയ്യാൻ പോകുന്നത്? എക്സാം പീഡിയ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ നോക്കി ചെയ്യാനായിട്ട് നോക്കാം. മാത്സ് പ്രോബ്ലംസ് നിങ്ങൾ SAT ആണെങ്കിലും ടെർമിനലിലാണെങ്കിലും എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട് എക്സാമിന് മുമ്പ് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. എന്തിന് നിങ്ങളോട് ചെയ്ത് പഠിക്കാനായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലസ് ആയിക്കോട്ടെ, ഡിഫറൻഷ്യൽ ആയിക്കോട്ടെ, നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലീനിയർ ആൾജിബ്ര ആയിക്കോട്ടെ, ഏത് പേപ്പർ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു എന്താ പറയാ എഴുതി ശീലമില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിന്റെ പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വെറുതെ വരത്തില്ല, നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ വരാനായിട്ട് ചാൻസസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ റെക്കോർഡ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഫാക്കൽറ്റിയുടെ കൂടെ നമ്മൾ പ്രോബ്ലം ചെയ്യായിരിക്കും. അതോടുകൂടെ നിർത്തരുത്. എന്ത് ചെയ്യണം? വീണ്ടും SLM നോക്കിയിട്ട് പുതിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കണം. നിങ്ങൾ എല്ലാവരും വർക്കിംഗ് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ള ഹോം മേക്കേഴ്സ് ആണ് മിക്കവരും ഉള്ളത്. നിങ്ങൾ മിക്ക ആൾക്കാരും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്? എല്ലാവരും ചോദിക്കുന്ന കാര്യം, മാം എനിക്ക് ഭയങ്കര ബിസിയാണ്, എനിക്ക് ആദ്യം മുതലേ ഇങ്ങനെ നോക്കിയിരുന്ന് പഠിക്കാൻ ഒന്നും നേരില്ല. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് 1.25 സ്പീഡിൽ
നമ്മൾ കാണാം. അതുപോലെ തന്നെ ഹെൽപ്പ് ബുക്കിന്റെ ഒരു സമ്മറി അവിടെ അടുത്തെടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ സാറ്റർഡേ സൺഡേ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് ഓഫ് വരുന്നത്, ആ സമയത്ത് ഈ SLM നോക്കിയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. അതാണ് ഫാസ്റ്റ് ട്രാക്ക് പാത്ത്. ഫാസ്റ്റ് ട്രാക്ക് പാത്ത് പറയുന്നത് അതാണ്. ഇനി എക്സാം അടുത്ത് വന്നു. എക്സാം അടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ റെക്കോർഡഡ് വീഡിയോസ് കാണുന്നത് ഒരിക്കലും നമ്മൾ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾ ആദ്യം മുതൽ റെക്കോർഡഡ് നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള പ്രീവിയസ് കോമൺ കോഴ്സസിനൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ സൊസൈറ്റി ആയിക്കോട്ടെ, ഓണ്ടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, പേഴ്സണൽ സെല്ലിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ പേപ്പേഴ്സിനും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതെടുത്ത് വെച്ചിട്ട് ചെയ്യാം. 2-3 ആൻസേഴ്സ് എഴുതി തന്നെ നമ്മൾ നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ നോളജ് എവിടെ നിൽക്കുന്നു, നമ്മൾ എത്രത്തോളം ഇനി അതിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ റെക്കോർഡഡ് വീഡിയോസ് ഇപ്പൊ നിങ്ങൾ ജൂണിലാണ് എക്സാം എഴുതാൻ പോകുന്നത്, നെക്സ്റ്റ് ജൂണിലെ എക്സാം എഴുതാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മെയ് ആകുമ്പോഴത്തേക്കും, മെയ് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും റെക്കോർഡഡ് വീഡിയോസ് എഴുതാൻ പോകുന്ന എക്സാമിന്റെ റെക്കോർഡഡ് വീഡിയോസ് കാണുന്നത് ഒന്ന് പാർഷ്യലി നിർത്തിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു തുടങ്ങും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് ചില പോർഷൻസ് കാണുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സിലാവാത്തുണ്ടല്ലോ, again go back to the recorded videos. Okay, അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യേണ്ടത് എക്സാംസ് നിയർ ആവാണെന്നുണ്ടെങ്കിൽ. ഇനി ഒരു കൺസെപ്റ്റ് ടഫ് ആണെന്ന് വിചാരിക്കുക. ഒരു കൺസെപ്റ്റ് ടഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാത്സിന്റെ കാര്യമല്ല പറയുന്നത്, നോർമൽ ആയിട്ടുള്ള കോഴ്സസിൽ മാത്സിന്റെ കാര്യം വരുമ്പോഴത്തേനും നിങ്ങൾ ആ ഫോർമുലാസ് ഒന്ന് നോക്കി പഠിക്കാം. ചില ചെറിയ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ചില സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് ഉണ്ടാവും. കാൽക്കുലസിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റഗ്രൽസ് ഉണ്ടാവും. ഈ റേസ് അതിനൊക്കെ മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം. കാരണം വലിയ എന്താ പറയുക ഡെറിവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ ഇതൊന്നും മെമ്മറൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് നിങ്ങൾ ഈ ഹെൽപ്പ് ബുക്ക് നോക്കുക, എന്നിട്ട് മൊത്തത്തിൽ അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്നിട്ട് റെക്കോർഡഡ് വീഡിയോസ് സ്ലോ ആയിട്ട് നോക്കിയിട്ട് എക്സാം പീരിയഡ് കൂടെ ഒന്ന് റെഫർ ചെയ്യാനായിട്ട് നോക്കുക. മെന്റർഷിപ്പ് ബാച്ചിലുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, ഏത് ടോപ്പിക് ആണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, ഏത് സെക്ഷൻ ആണോ മനസ്സിലാവാത്തത്, അത് കൃത്യമായി നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അതത് മെന്റേഴ്സിന്റെ അടുത്ത്, ഇപ്പൊ ശംഷിറ മാമിന്റെ അണ്ടറിലുള്ള ലേണേഴ്സ് ആണെങ്കിൽ ശംഷിറ മാമിന്റെ അടുത്ത് ഈ പെർട്ടിക്കുലർ ഒരു പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ വീക്ക്ലി കോൾ ചെയ്യുന്ന സമയത്ത് അപ്പോഴായാലും പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ടഫ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ മെന്റേഴ്സിന്, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആണ് നിങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. ടു ആസ്ക് ദം ആൻഡ് ക്ലിയർ ദം ഔട്ട്. ഓക്കെ, ഇനി അപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മെന്റർഷിപ്പ് ബാച്ചിലുള്ള ആൾക്കാർക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ഓക്കെ, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾ ഫാക്കൽറ്റീസിന്റെ അടുത്ത് ചോദിച്ചോളൂ. അവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വേറെ മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ഡൗട്ടും ക്ലിയർഡ് അല്ലാതെ പോകുന്നില്ല അവർ എന്ന് ഒന്ന് മേക്ക് ഷുവർ ചെയ്തത്. ഓക്കെ, ഇനി നമ്മുടെ ആപ്പിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? റെക്കോർഡഡ് വീഡിയോസ് ആണ് നമ്മൾ ആദ്യം കണ്ടു തുടങ്ങേണ്ടത്. റെക്കോർഡഡ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുക ഓരോ യൂണിറ്റ് വൈസ്. ഇതിൽ യൂണിറ്റ് അല്ല, ലെസൺ മാപ്പിംഗ് ആണ്. നിങ്ങൾ SLM കാണുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്പിനകത്ത് SLM കാണുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിനകത്ത് ലെസൺസ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ലെസൺസ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഇതുപോലെ തന്നെ 1.25 സ്പീഡിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്ന സ്പീഡിലാണത്. എന്നിട്ട് പോസ്റ്റ് ചെയ്ത് നോട്ട്സ് ഒക്കെ എഴുതെടുക്കാനായിട്ട് നോക്കുക. സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് സെഷൻസിൽ, മെന്റർഷിപ്പ് ബാച്ചിലുള്ളവരാണെങ്കിൽ ലൈവ് സെഷനിൽ, പിന്നെ അല്ലാതെ നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ LSCസിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാം. ഇനി അടുത്തത് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും കുഞ്ഞു നോട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വാല്യൂ ആഡഡ് നോട്ട്സ് നോക്കുന്നുണ്ടാവുക. ഒരു യൂണിറ്റിന്റെ ഓവർവ്യൂ, ആ യൂണിറ്റിൽ എന്താണുള്ളത്, അതായത് ചില ആൾക്കാർക്കുണ്ട് ആ യൂണിറ്റിൽ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ യൂണിറ്റ് പഠിക്കുള്ളൂ എന്നുള്ളവർ. നിങ്ങൾ ആദ്യം പോയിട്ട് നമ്മുടെ ഹെൽപ്പ് ബുക്ക് നോക്കണേ, അപ്പൊ അതിന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. ചെറിയ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തൊന്നുമില്ല. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങൾ SLM അല്ലെങ്കിൽ ESG, അതായത് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്നുള്ളത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എക്സാം സ്പെഷ്യൽ ഗൈഡ്. അതിൽ ടോപ്പ് 10 ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എഴുതി നോക്കാം. നമ്മൾ ആദ്യം ഒരു ആൻസർ എഴുതി നോക്കാം. എന്നിട്ട് ആ ആൻസർ ആപ്പിനകത്തുള്ള ആൻസർ ആയിട്ട് കമ്പയറബിൾ ആണോ നോക്കാം. ആപ്പിനകത്തുള്ള ആൻസേഴ്സ് ആയിരിക്കും നമ്മളുടെ എന്താ പറയുക വാല്യുവേഷൻ ടീം കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്ന ആൻസേഴ്സ്. അപ്പം ഇത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതൊക്കെ ബേസിക്കലി മാത്സിലല്ല ബുദ്ധിമുട്ട് വരാം. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെയുള്ള പേപ്പേഴ്സിനൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നല്ല കാര്യമാണ്. ഓൾവേസ് യൂസ് ദ ഫ്രേസസ് ആൻഡ് ഡയലോഗ്സ് ഓർ സം കൈൻഡ് ഓഫ് കോട്സ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്.
ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ നോളജ് ഉള്ള ഒരു കുട്ടിയാണെന്നുള്ളത് അത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. ഇനി അടുത്തത് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആണ്. അതത് റിലീസ് ചെയ്യുന്ന അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യനും ആൻസറും ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. അസൈൻമെന്റ് എഴുതാനായിട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഐദർ അത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ പറഞ്ഞുതരും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിക്കാം. മെന്റേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന സെഷൻ, അതായത് എക്സാം എടുക്കാറാകുമ്പോഴത്തേക്കും നിങ്ങൾ നമ്മുടെ ലേൺ വൈസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ആയിട്ടുള്ള ലേൺ വൈസ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇഗ്നോ ഫോക്കസ് 4.0 എന്ന് പറയുന്ന ഒരു സെഷൻ കാണും. നിങ്ങളുടെ ടോപ്പിക് ഉണ്ടാവില്ല, BSc മാത്തമാറ്റിക്സ് ഉണ്ടാവില്ല, പക്ഷെ കോമൺ പേപ്പേഴ്സിന്റെ ഒക്കെ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതായത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അനാലിസിസ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതിന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഒരു ക്ലിഫ് ഹാങ്ങർ പോലെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വേറെ വഴിയില്ലല്ലോ, അപ്പൊ മൊത്തത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. കോമൺ പേപ്പേഴ്സിനൊക്കെ ഉണ്ടാവില്ല. ഓക്കെ, കാൽക്കുലസിനോ ഡിഫറൻഷ്യലോ നിങ്ങളുടെ മാത്തമാറ്റിക്സ് പേപ്പേഴ്സിന് മാത്രമേ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു എക്സ്ട്രീം പോസിബിലിറ്റി ഉള്ളൂ. എങ്കിലും നമുക്കൊരു ഊഹം ഉണ്ടാവും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും എന്നുള്ളത്. പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ള ലേണേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ അക്കാഡമിക് ടൈം ടേബിൾ നിങ്ങൾക്ക് റോൾ ഔട്ട് ചെയ്യും. അപ്പൊ അതിനകത്ത് ലൈവ് സെഷൻസ് എപ്പോഴാന്ന് പറയും. ഇനി എക്സാം അടുപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ടോപ്പിക്സ് അറിയില്ല, എനിക്ക് കുറച്ചും കൂടെ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം മാമിന്, നിങ്ങളൊരു 10 പേര് മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ള ആൾക്കാർ ഒരുമിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതത് മെന്റേഴ്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജസ് നിങ്ങളുടെ മെന്റേഴ്സിന് ചെയ്യാം. അപ്പൊ അവർ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയും. അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് ടു ആസ്ക്. ഓക്കെ, അവര് വന്നിട്ട് ഓക്കെ ഇന്ന ക്വസ്റ്റ്യൻ പഠിക്കൂ ഇന്നത് ചെയ്യൂ എന്ന് നിങ്ങളുടെ അടുത്ത് പറയില്ല. യു ഹാവ് ടു പുട്ട് എഫേർട്ട്. അല്ലെ, നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ എഫേർട്ട് എന്നാണ്. നിങ്ങൾ ചോദിക്കുന്ന എന്ത് കാര്യത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അൺലെസ് ആൻഡ് അൺടിൽ യു പീപ്പിൾ ഷുഡ് ആസ്ക്. ചോദിക്കണം, എന്താണെന്നുള്ളത് ചോദിച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മെന്റർഷിപ്പ് ആൻഡ് കെയറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇഗ്നോ മോഡൽ എക്സാംസ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിന് മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ടെർമിനലിന്റെ എക്സാമിനേഷൻസ് വരുന്ന സമയത്ത് അഡ്മിഷൻ ഡെസ്ക് പോലെ തന്നെ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. ഈ എക്സാം രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആണ് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇനി ഒട്ടും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹെൽപ്പ് ഡെസ്കിൽ ഹെൽപ്പ് ചോദിക്കാം, മെന്റേഴ്സിന്റെ സപ്പോർട്ട് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ഉണ്ടാവും. സൈക്കോളജി മെന്റേഴ്സിലെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ കുറച്ചും കൂടെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ മെന്റേഴ്സ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ചിലവർക്കെങ്കിലും ഒരു എക്സ്ട്രാ സപ്പോർട്ട് വേണമെന്ന് തോന്നുള്ളൂ. എന്നെ ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ സൈക്കോളജിക്കലി നമ്മളൊരു സപ്പോർട്ട് തരില്ലേ, അതിന് വേണ്ടിയിട്ട് ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആയിട്ടുള്ള EET, അത് കുറച്ചും കൂടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ. ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരികയല്ല, ഇംഗ്ലീഷ് അറിയാവുന്ന ഇംഗ്ലീഷ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനും ഇംഗ്ലീഷിൽ നിങ്ങൾക്കുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആക്യുറസി അല്ലെങ്കിൽ ഒരു കമ്പാറ്റബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സ്കില്ല് വേണ്ടേ നമുക്ക്. ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരാളുടെ അടുത്ത് നമുക്കൊരു കാര്യമെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് EET പ്രോഗ്രാം. അല്ലാതെ നമ്മൾ എല്ലാ കൾച്ചറൽ ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അങ്ങനെയുള്ള എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസും നമ്മളിവിടെ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ സ്കില്ലുള്ള ആൾക്കാരെ കൊണ്ട് അത് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു വേദിയും കൂടിയാണ് നമ്മുടെ ഈ ലേൺ വൈസ്. നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്ന ഒരു അതേ കെയർ തന്നെ ബട്ട് ഇൻ യുവർ കംഫർട്ടബിൾ സ്പേസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതല്ലാതെ അപ് സ്കില്ലിംഗ്, കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സും നമ്മൾ നോക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് കരിയറിൽ കുറച്ചും കൂടെ എനിക്ക് ഈ ഒരു ഏരിയ കുറച്ചും കൂടെ മനസ്സിലാക്കണം, എനിക്കൊരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ വേണം, എനിക്ക് കുറച്ചും കൂടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പ്രൊജക്റ്റിന് എക്സ്ട്രാ സപ്പോർട്ട് വേണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കോമൺ ആയിട്ടുള്ള സെഷൻസ് ഒക്കെ നമ്മൾ മറ്റേ ഇഗ്നോ അൺബൗണ്ട് എന്നൊക്കെ പറഞ്ഞ സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെയുള്ള സെഷൻസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ബാച്ചിലുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള അക്കാഡമിക് ടൈം ടേബിൾ റോൾ ഔട്ട് ആണ്. അപ്പൊ ഞാൻ ആ അക്കാഡമിക് ടൈം ടേബിൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ അക്കാഡമിക് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇതിലിപ്പോ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കോമൺ കോഴ്സസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഈ കോമൺ കോഴ്സസിൽ നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോഗ്രാമിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് സെലക്ട് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഈ ഒരു ലൈവ് സെഷൻസും കാര്യങ്ങളും ഉണ്ടാവുക. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോമൺ പേപ്പർ ആണ്.
പിന്നെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് സെലക്ട് ചെയ്ത് അവർക്ക് അത്, വാല്യൂ എഡ്യൂക്കേഷൻ വീണ്ടും കോമൺ കോഴ്സ് ആണ് വരുന്നത്. അങ്ങനെ പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ആണ്. അപ്പൊ ഈ ടൈം ടേബിൾ എങ്ങനെയാ ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14th ഓഗസ്റ്റ് ഇന്ന് മുതൽ തുടങ്ങുന്ന രീതിയിലാണ് ടൈം ടേബിൾ. ഒരു ദിവസം 2 പേപ്പേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ 2 വീഡിയോസ് വെച്ച് കാണുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ വൈകിട്ട് എന്നുള്ളത്, രാവിലെ 10:30 തന്നെ നിങ്ങൾ ക്ലാസ് കാണണം, 7:30 തന്നെ ക്ലാസ് കാണണം എന്നൊന്നുമല്ല ഇതിന്റെ മീനിങ്. അതായത് ഒരു ദിവസം 2 വീഡിയോസ് വെച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കവർ ചെയ്യാമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ 2 ദിവസം ഇപ്പൊ നോക്കുമ്പോൾ എന്നാണ് 16th-നും 18th-നും നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് 1ന്റെ ഒരു ലൈവ് സെഷൻ, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴോട്ട് പോകുമ്പോഴും ഓരോ ബ്ലോക്ക് എൻഡ് ചെയ്യുമ്പോഴും കണ്ടോ ഗ്രീൻ കളറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം ആ ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവുന്നതായിരിക്കും എന്നുള്ളതാണ്. സോ എഗെയിൻ പറയുന്നു, ദിസ് ഇസ് എ കോമൺ ടൈം ടേബിൾ. ഓക്കെ, ഇതൊരു കോമൺ ടൈം ടേബിൾ ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ കോമൺ കോഴ്സസ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കോഴ്സസ്, ഇപ്പൊ കാൽക്കുലസിന്റെ ഡിഫറൻഷ്യലിന്റെ ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാം കംപ്ലീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നമ്മുടെ ഓരോ സെഷൻസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓരോ ആക്ഷൻ ടാസ്ക് നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. എന്തിന് ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ ഇൻവോൾവ് ആയിട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സജഷൻസ് ഉണ്ടോ എന്ന് ആ ആക്ഷൻ ടാസ്ക് ഫില്ല് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ ടാസ്ക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഇതിലും നമുക്കിപ്പോ ഫസ്റ്റ് സെഷൻ മുതൽ നിങ്ങൾക്ക് ഓരോ ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങളുടെ അതത് മെന്റേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സെഷൻ 4-നും ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ചൂസ് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്ത കോഴ്സ് എന്തുകൊണ്ടാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാൽക്കുലസ് ആണ്. കാൽക്കുലസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പം മാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കുറച്ചും കൂടി ഇഷ്ടമായി. എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ഇത് ഇപ്പൊ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാതെ തോന്നിയിട്ടുണ്ടാവും പെട്ടെന്നൊന്ന് കേട്ട സമയത്ത്. എല്ലാ പേപ്പേഴ്സും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ, അത് വേറെ കാര്യം. ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ കുറച്ച് പേപ്പേഴ്സോ അല്ലെങ്കിൽ ആ ഒറ്റ പേപ്പർ ഏതാണെന്നുള്ളത് ഇപ്പൊ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറവാണ്, ബേസിക്കലി ചിലപ്പോൾ ഇൻട്രസ്റ്റ് കൂടാം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളതും അതിന്റെ റീസൺ പറയാം. പിന്നെ അതുപോലെ തന്നെയുള്ള നിങ്ങളുടെ ലേണിംഗ് ഇന്റൻഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നിങ്ങളൊരു ചില ആൾക്കാരെ എന്തിനാ പറയാ, എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലവർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ചിലവർ ജസ്റ്റ് ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലർ കുറച്ചും കൂടെ എന്താ പറയാ, എനിക്ക് മാർക്കൊന്നും വേണ്ട പക്ഷെ എനിക്ക് കുറച്ചും കൂടെ കാര്യം, അതായത് സബ്ജക്റ്റിനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാം ടിക്കറ്റ് കൊടുക്കാം, ഇതൊന്നുമല്ല നിങ്ങളുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതറിൽ ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് വീക്ക്ലി സ്ലോട്ട്. നിങ്ങൾ എപ്പോഴൊക്കെയാണ് പഠിക്കുന്നത്? ചിലവർ രാവിലെ പഠിക്കുന്നവരുണ്ടാവും, ചിലവർ നൈറ്റ് പഠിക്കുന്നവരുണ്ടാവും, സാറ്റർഡേ സൺഡേ മാത്രം പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് മാത്രം ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നവരുണ്ടാവും. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈം സ്കെഡ്യൂൾസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ദിവസവും നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ മൊത്തത്തിൽ നമ്മുടെ ഈ സിലബസ് ഡീകോഡിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ആയിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ടോപ്പിക്കിന് ഇത്രയും നാളും എന്താ പഠിക്കാനുള്ളതെന്ന് അറിയാത്തതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും ഹൈ ആയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഓക്കെ, അത് പോട്ടെ, ഞാൻ ഇതിന്റെ അടുത്ത് പറയുന്നില്ല. അപ്പോ ഏതാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അതേതാണെന്നൊന്ന് വാല്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സെഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് നോക്കിയത്? പ്രോഗ്രാം എന്താണ്, കോഴ്സ് കോഡ് എന്താണ്, ടൈറ്റിൽ എന്താണ്, ബ്ലോക്ക് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു. റെക്കോർഡഡ് വീഡിയോസ് എന്താണ്, ഹെൽപ്പ് ബുക്ക് എന്താണ്, എക്സാം PD എന്താണ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ടൈം ടേബിൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ടൈം ടേബിളിലെ 2 സ്ലോട്ട് റിതം എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് സ്ലോട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കി. പിന്നെ അതുപോലെ തന്നെ ആക്ഷൻ ടാസ്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഒരു ലേണർ പ്രൊഫൈൽ, ന്യൂ ഹൊറൈസൺ ലേണർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫോം നിങ്ങൾ അതത് LSEസും മെന്റേഴ്സും അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക, നിങ്ങൾ ഏതൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം അതൊന്ന് ഇപ്പൊ തന്നെ ഫില്ല് ചെയ്തവരാണെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ, അല്ല എന്നുള്ളവർ ആക്ഷൻ ടാസ്ക് ഫില്ല് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കാം. സോ ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടെ എന്നെയും അതുപോലെ തന്നെ ശംഷിറ മാമിനെയും ശ്രദ്ധിച്ചിരുന്ന എല്ലാ നമ്മുടെ മാത്തമാറ്റിക്സ് ലേണേഴ്സിനും ഒരു വലിയ താങ്ക്സ് പറയുന്നുണ്ട്.